ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ സാമൂഹ്യശാസ്ത്രം അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇവിടെ 3 ചിത്രങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവയിൽ ഗോത്ര സമൂഹത്തെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ചിത്രമാണ്? ബി ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ചിത്രമാണ്. നഗരജീവിതത്തെ അപേക്ഷിച്ച് ഗോത്രജീവിതമാണ് കൂടുതൽ സുഖകരം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നഗരജീവിതത്തെ അപേക്ഷിച്ച് ഗോത്രജീവിതമാണ് കൂടുതൽ സുഖകരം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? കാരണം എന്താണ്? അവർക്ക് ആശുപത്രിയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ യോജിക്കുന്നില്ല എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ല, നിങ്ങൾക്ക് യോജിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നും കൂടെ അതിൽ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് നോക്കാം. പ്രവർത്തനം 2 ആണ്. വിഭവങ്ങൾ നീതിപൂർവ്വം ഉപയോഗിക്കുമ്പോഴാണ് വിഭവ സംരക്ഷണം സാധ്യമാകുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന വിഭവങ്ങളിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നത്? ഒന്ന് കൽക്കരി അല്ലേ, കൽക്കരി. മറ്റൊന്ന് പെട്രോളിയം. ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നത്. വിഭവ ശോഷണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണം? അമിതമായിട്ടുള്ള വിഭവ ചൂഷണം, അതുപോലെ തന്നെ ജനസംഖ്യാ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം: അമിതമായ വിഭവ ചൂഷണം, ജനസംഖ്യാ വർധനവ്, ശാസ്ത്ര സാങ്കേതിക പുരോഗതി. ഏതെങ്കിലും 2 എഴുതിയാൽ മാത്രം മതി. ഇനി വീട്ടിലും വിദ്യാലയത്തിലും വിഭവശോഷണം കുറയ്ക്കാൻ അനുയോജ്യമായ 2 നിർദ്ദേശങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന് ശുദ്ധജലം പാഴാക്കരുത് എന്നുള്ളത്, മറ്റൊന്ന് സോളാർ പാനൽ സ്ഥാപിക്കൽ. ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി പ്രവർത്തനം 3 ആണ് നോക്കേണ്ടത്. കാർട്ടൂൺ ശ്രദ്ധിക്കൂ. അമ്മേ, കുട്ടികളായ ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണെന്ന് ടീച്ചർ പറയുന്നത് ശരിയാ? വാർദ്ധക്യത്തിൽ നിങ്ങൾ ഞങ്ങളെയും സംരക്ഷിക്കണം. കുട്ടികളുടെ അവകാശങ്ങളും കടമകളും ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പഠിക്കാനുള്ള അവകാശം, അതിൻ്റെ കടമ എന്ന് പറയുന്നത് സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഏതാണ് കൂട്ടുകാരെ? പൊതുമുതൽ സംരക്ഷിക്കുക അല്ലേ? പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളത് എഴുതാവുന്നതാണ് നമുക്ക്. അവകാശങ്ങൾ നമുക്ക് എഴുതാം. ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം. ഓക്കെ, ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം എന്ന് എഴുതാം. ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണം. അതുപോലെ തന്നെ വേറെന്ത് കൊടുക്കാം നമുക്ക്? വേറെന്ത് കൊടുക്കാവുന്നതാണ് കൂട്ടുകാരെ? പറയൂ, വേറെന്തെങ്കിലും അവകാശം ഉണ്ടോ? അവർക്ക് എന്താണ്? വീട് അല്ലേ, വീടിനുള്ള അവകാശം. ഇനി എന്തൊക്കെയാണ് കടമകൾ? ഒന്ന് സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക, മറ്റൊന്ന് പൊതുമുതൽ സംരക്ഷിക്കുക. ഓക്കെ, പൊതുമുതൽ സംരക്ഷിക്കുക. പിന്നെയോ? പിന്നെ റോഡ് നിയമങ്ങൾ പാലിക്കുക. ഓക്കെ, റോഡ് നിയമങ്ങൾ പാലിക്കുക. പിന്നെന്ത് ചെയ്യാം? പിന്നെ രാഷ്ട്രസേവനം ചെയ്യുക. രാഷ്ട്രസേവനം ചെയ്യുക. ഇതൊക്കെ കടമകളാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. പ്രവർത്തനം 4 ആണ്. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു. ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ എന്തൊക്കെയാണ്? ജനാഭിലാഷം പാലിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. ഓക്കെ, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി ഇതൊക്കെ പ്രധാനപ്പെട്ട മേന്മകളാണ്. ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ സുൽത്താൻ ഭരണം നിലനിൽക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൂട്ടാൻ, ഇന്ത്യ, ബ്രൂണൈ, മ്യാൻമർ. എവിടെയാണ്? ബ്രൂണൈ ആണ്. പ്രവർത്തനം 5. മധ്യകാല കേരളത്തിൽ പുറംനാടുകളുമായി കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു. പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ? പുറംനാടുകളിൽ നിന്നും നമ്മുടെ ദേശത്തേക്ക് കൈമാറ്റം ചെയ്തിരുന്നവ, നമ്മുടെ ദേശത്ത് നിന്നും പുറംനാട്ടിലേക്ക് കൈമാറ്റം ചെയ്തവ. ഏതൊക്കെയാണ് പുറംനാടുകളിൽ നിന്നും നമ്മുടെ ദേശത്തേക്ക് കൈമാറ്റം ചെയ്തിരുന്നവ? കളിമൺ പാത്രങ്ങൾ. ഓക്കെ, കളിമൺ പാത്രങ്ങൾ.
കളിമൺ പാത്രങ്ങൾ, മീൻ വലകൾ. ഇനി നമ്മുടെ ദേശത്ത് നിന്നും പുറംനാട്ടിലേക്ക് കൈമാറ്റം ചെയ്തവ കുരുമുളക്, പിന്നെന്താണ്, ഏലം, ഇഞ്ചി, അതുപോലെ തന്നെ ഗ്രാമ്പു, മഞ്ഞൾ എന്നിവയൊക്കെ. താഴെ നൽകിയിരിക്കുന്നവയിൽ മധ്യകാല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖം ഏതായിരുന്നു? അനന്തപുരം, ശാസ്താംകോട്ട, വളപട്ടണം, പന്തലായനി. ഏതായിരുന്നു? വളപട്ടണം ആയിരുന്നു. ഇനി മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട രീതികളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടെ പകരം സേവനങ്ങൾ അല്ലേ, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ നൽകിയിരുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല പിന്നീടാണ് നാണയങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കച്ചവട ചുങ്കം എന്നിവയൊക്കെ പ്രധാന മാർഗമായിട്ടും നിലനിന്നത് അതിനുശേഷമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളതിൽ എഴുതേണ്ടത്. ഇനി ആറാമത്തെ പ്രവർത്തനം, മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും കലകളുടെയും മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിരുന്നവരാണ് ചൈനക്കാരും അറബിക്കാരും. പഗോഡകൾ എന്നറിയപ്പെടുന്ന നിർമ്മിതികൾ ഏതു രാജ്യക്കാരുടെ സംഭാവനയാണ്? ആരുടെ സംഭാവനയായിരുന്നു കൂട്ടുകാരെ? ചൈനക്കാർ, അറേബ്യക്കാർ, ഇറ്റലിക്കാർ, ദെൻ സ്പെയിന്. ആരായിരുന്നു? ചൈനക്കാരുടേതായിരുന്നു പഗോഡകൾ. ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ അറബികൾ നൽകിയ സംഭാവനകൾ എന്തെല്ലാമായിരുന്നു? എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരുപാട് ശാസ്ത്രം, സാഹിത്യം എന്നീ രംഗങ്ങളിലൊക്കെ അറബികൾ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അൽ-റാസിയുടെ കിതാബുൽ ഹവേ, ഇബ്നു സീനയുടെ അൽ ഖാനൂൻ, ഒമർ ഖയ്യാമിൻ്റെ റുബായിയാത്ത്, ഫിർദൌസിയുടെ ഷഹാനമ, ഇതൊക്കെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നതാണ്. CE 12-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിലവിൽ വന്ന നിർമ്മാണ ശൈലിയുടെ പേരെന്താണ്? ഏതാണ്? ഗോത്തിക് ശൈലിയാണ്. ഓക്കെ, ഗോത്തിക് ശൈലി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പ്രവർത്തനം 7 ആണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. പദസൂര്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉൽപാദന ഘടകങ്ങൾ സംഘാടനം, മൂലധനം, ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. പിന്നെ ഏതൊക്കെയാണുള്ളത്? തൊഴിൽ, ഭൂമി. ഓക്കെ, തൊഴിൽ, ഭൂമി, ഇതും കൂടെ നമുക്ക് ആവശ്യമാണ്. ഇനി ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിൻ്റെ ആവശ്യകത എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും യന്ത്രങ്ങൾ വാങ്ങാനും വേതനം നൽകാനൊക്കെ നമുക്ക് എന്ത് വേണം? മൂലധനം ആവശ്യമാണ്. സംഘാടനത്തിനുള്ള പ്രതിഫലത്തിന് പറയുന്ന പേരെന്താണ്? എന്താ പറയുന്നത്? ലാഭം എന്നാണ് പറയുന്നത്. ലാഭം. 8-ാമത്തേത്, വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യൻ വാസ്തുവിദ്യാ രീതി വികാസം പ്രാപിച്ചത്. ക്ഷേത്ര വാസ്തുവിദ്യയിൽ സംഭാവനകൾ നൽകിയ മധ്യകാല ഇന്ത്യൻ രാജവംശം ഏത്? പല്ലവന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ, ഇവയെല്ലാം. ആരാണ്? ഇവരെല്ലാവരുമാണ്. ഇവയെല്ലാം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയുടെ സവിശേഷതകൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന്, കമാനങ്ങൾ, താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിരുന്നു. കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവയുടെ ഉപയോഗം കാണാൻ കഴിയുന്നുണ്ട്. നിർമ്മിതികളോട് ചേർന്ന വിശാലമായ പൂന്തോട്ടവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവും. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.